ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമുക്കിങ്ങനെ ഒരു കൂട്ടായ്മ ഒരുക്കി തരുവാൻ കർത്താവ് ഇടയാക്കിയതിന് നമ്മൾ ഹൃദയം കൊണ്ട് കർത്താവിന് നന്ദി പറയണം. കാരണം ഫിലിപ്പി ലേഖനത്തില് 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനഭാഗം നോക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, യേശുക്രിസ്തുവിലുള്ള ഭാവം എന്തോ അതാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. കാരണം യേശുക്രിസ്തുവിലല്ലാത്ത ഭാവം മുഴുവനും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനഭാഗം ഇങ്ങനെ പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, യേശു പറയാണ്, എന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായാൽ, എന്റെ ഭാവം ഒന്ന് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുകയും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്. കാരണം യേശുക്രിസ്തുവിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മാവിൽ ആശ്വാസം ഉണ്ടാകാൻ തുടങ്ങും. കാരണം യേശുവിൽ നിന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ ദൈവത്തിൽ കർത്താവിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുന്നതോറും നമ്മൾ ആത്മാവിൽ ബലം പ്രാപിക്കാൻ തുടങ്ങും. നമ്മൾ ശക്തിയുള്ളവരായി മാറാൻ തുടങ്ങും. നമ്മൾ ബുദ്ധിയിൽ പഠിച്ചാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. എന്നാൽ ആത്മാവിൽ നമ്മൾ പഠിക്കാൻ തോറും നമ്മൾ കർത്താവിനെ അനുഭവിക്കാൻ തുടങ്ങും. അത് 1 പത്രോസിന്റെ ലേഖനം എടുക്കാം, 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗം ഒന്ന് പരിശോധിക്കാം. 1 പത്രോസിന്റെ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ. കണ്ടോ, യേശു കർത്താവ് പറയാണ്, ക്രിസ്തു യേശു ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായിട്ട് ധരിക്കണം നമ്മൾ. കാരണം യേശുവിന്റെ ഭാവമാണ് നമ്മുടെ ശരീരത്തിൽ ആയുധം. എന്തിനെ പരാജയപ്പെടുത്തുവാൻ? ലോകം, പാപം, പിശാച്, ഈ ലോകത്തിലുള്ളതിനെ മുഴുവൻ പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന ആയുധം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ താഴോട്ട് വചനം എന്നാ പറഞ്ഞത്? യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. അവന്റെ ശരീരം അവൻ നമുക്ക് വേണ്ടി കീറി മുറിച്ചു തന്ന കർത്താവ്. ആ ശരീരത്തിൽ അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് ആ ശരീരം തല്ലി തകർക്കുവാൻ വേണ്ടി വിട്ടുകൊടുത്തവനാണ് കർത്താവ്. യേശു കർത്താവ് തന്റെ നമ്മുടെ പാപവും രോഗവും വഹിച്ചാണ് കടന്നുപോയത്. അവന്റെ അടിപ്പിടലുകളാൽ, യെശയ്യാ പ്രവചന പുസ്തകം പറയാം, അവന്റെ അടിപ്പിടലുകളാൽ എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു. ആർക്കാ സൗഖ്യം? എനിക്കാ സൗഖ്യം. അവൻ അടിയേറ്റത് മൂലം ഞാനാ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അവൻ അടിയേറ്റത് മൂലം എനിക്കാ വിടുതൽ അനുഭവിക്കാൻ ഇടവരുന്നത്. അവനേറ്റ അടികളും അവനേറ്റ നിന്ദനങ്ങളും അവനേറ്റ പരിഹാസങ്ങളും അവനേറ്റ കുറ്റപ്പെടുത്തലുകളും മുഴുവൻ ശരീരത്തിൽ വഹിച്ചതുകൊണ്ട് എന്റെ ജീവിതത്തിലുള്ള എന്നിലുള്ള പാപങ്ങളെ മുഴുവൻ അവൻ തുടച്ചു നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് തിരുവെഴുത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് 1 പത്രോസിന്റെ 4-ന്റെ 2-ാമത്തെ വചനം പറഞ്ഞത്, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, കണ്ടോ, ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കാൻ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞേ, ആരുടെ ഇഷ്ടമാ? ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കാൻ തുടങ്ങും. എന്റെ ഇഷ്ടങ്ങളെ മുഴുവനും അവിടുത്തെ സന്നിധിയിൽ ഞാൻ മുഴുവനും ഇറക്കി വെക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. എന്റെ ഇഷ്ടങ്ങൾ മുഴുവൻ കൊടുത്തെങ്കിലോ അവന്റെ ഇഷ്ടങ്ങൾ എന്റെ മേൽ വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് തിരുവെഴുത്ത് ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തി പറഞ്ഞത്, ഇനി മനുഷ്യരുടെ മോഹങ്ങളല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന്
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ എന്തും ഉണ്ടാകാൻ പാടില്ല? പാപം ഉണ്ടാകാൻ പാടില്ല. പാപം വിട്ടൊഴിയുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. ഇന്ന് ലോകം മുഴുവനും ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ നമുക്ക് വേണ്ടി യേശു കർത്താവ് ഒരിക്കലാണ് ക്രൂശിൽ കയറിയത്. അവന്റെ ക്രൂശിത മരണത്തിലൂടെയാണ് ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും പാപവും എന്റെയും പാപം മുഴുവനും തുടച്ചു നീക്കിയത്. ഇത് തുടച്ചു നീക്കി എന്ന് കർത്താവ് പറയുമ്പോൾ ആര് യേശുവിനെ കർത്താവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് അവനിൽ വേർതിരിയപ്പെടുമ്പോഴാണ് അവന്റെ പാപം മുഴുവനും മോചിക്കപ്പെടാൻ ഇടവരുന്നത്. അല്ലാത്ത മനുഷ്യന്റെ പാപം മോചിക്കുന്നുണ്ടോ? അവന് വിടുതൽ കിട്ടുന്നുണ്ടോ? യേശുവിന്റെ പാപത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ, യേശുവിന്റെ സ്വഭാവ ഗുണം അനുഭവിക്കുന്നവർക്ക് മാത്രമേ യേശുവിന്റെ ആ സ്വർഗത്തിന്റെ അനുഭവം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഫിലിപ്പി ലേഖനം ഇന്ന് നമ്മളോട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുവാൻ ഇടവരുന്നത്. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനഭാഗം പറയാം, നിങ്ങളിൽ അങ്ങനെ അരുത്, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷകനാകണമെന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. തന്നെ തന്നെ ശൂന്യനാക്കുന്ന, ആരും വലിയവനെന്ന ഭാവം നടിക്കാതെ യേശു കർത്താവ് ഫിലിപ്പി ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വചനത്തിൽ പറഞ്ഞതുപോലെ, ഫിലിപ്പി ലേഖനം 2:4 പറഞ്ഞതുപോലെ യേശു കർത്താവ് തന്നെ തന്നെ 2:4 പറഞ്ഞതാ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. യേശു പറയാണ്, നിങ്ങൾ ആരും വലിയവരാകാനല്ല ആഗ്രഹിക്കേണ്ടത്, നിങ്ങൾ തന്നെ തന്നെ ശുശ്രൂഷകനായിട്ട്, ബൈബിൾ നമ്മളോട് പറയാ, ഏക മനസ്സുള്ളവരായി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ആത്മാവിൽ വളരണം? ഏക മനസ്സോടുകൂടി. രണ്ടാമതോ, ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. അത് കഴിഞ്ഞ് പറയാണ്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ. എങ്ങനെ ചെയ്യണം? ശാഠ്യത്തോടെ ചെയ്യരുത്, ദുരഭിമാനത്തോടെ ചെയ്യരുത്, താഴ്മയോടെ. യേശു ദൈവമായിരുന്നിട്ടും അതിന്റെ സമാനത പോലും നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ യേശു എന്ത് ചെയ്തു? തന്നെ തന്നെ ശൂന്യനാക്കി ദാസനായി മനുഷ്യന്റെ ഇടയിൽ ഇറങ്ങി വന്നു, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. യേശു കർത്താവ് ശുശ്രൂഷയുടെ തലം, അവന്റെ ഭാവം മറ്റുള്ളവരുടെ മുന്നിൽ യേശു തന്നെ തന്നെ കാണിച്ചു കൊടുക്കുന്ന യേശുവിനെ നമുക്ക് തിരുവെട്ടി കാണാൻ കഴിയുന്നത്. ആമേൻ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ബാക്കി താഴോട്ട് എന്താ വായിക്കുന്നത്? ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. യേശു ശ്രദ്ധിച്ചത് മുഴുവനും മറ്റുള്ളവരുടെ കാര്യത്തിലാണ് യേശു ഇടപെട്ടത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കടന്നു വന്നിട്ട് പിതാവിന്റെ കാര്യം മുഴുവൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തു. മറ്റുള്ള വേദനകൾ മുഴുവൻ മാറ്റി മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുത്തു. ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. സ്വർഗത്തിന്റേതായ സകലതും അവർക്ക് പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുവിൻ, വേറെ ആരെയും കണ്ടുപിടിക്കരുതെന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ നോക്കണം, നിങ്ങൾ എന്റെ അടുക്കൽ വരണം, എന്നിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കണം, മറ്റാരുടെ അടുക്കൽ നിന്ന് നിങ്ങൾ പ്രാപിക്കരുത്. ഹല്ലേലൂയ. യേശു പറഞ്ഞത് പ്രകാരമാണ് തിരുവെഴുത്ത് നമ്മൾ അനുസരിക്കാനും അവന്റെ കൂടെ ജീവിക്കുവാനും ദൈവം ഇടയാക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ ഭാവത്തിനൊത്തവണ്ണമുള്ള ഒരു ജീവിതം എനിക്ക് ഈ പ്രഭാതത്തിൽ എന്റെ കർത്താവേ നീ തരണമേ എന്നൊന്ന് ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ? നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് താഴാൻ കഴിയാതെ പോകാറുണ്ട്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അംഗീകരിക്കാൻ പെടാൻ കഴിയാതെ പോകുന്നുണ്ടോ? മറ്റുള്ളവരെ നമുക്ക് ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ കഴിയാതെ പോകാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അവൻ സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞിട്ടാണ് അവന്റെ ശരീരം നമുക്ക് വേണ്ടി അവൻ കീറി മുറിച്ച് തന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്നിട്ട് വീണ്ടും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ 10-ാമത്തെ തിരുവചനം ഇവിടെ നോക്കിക്കേ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ 10-ാമത്തെ തിരുവചനം. വെളിപ്പാട് 12-ന്റെ 10 നോക്കിക്കേ. അപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധി കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവെന്നോ. കണ്ടോ, ദൈവസന്നിധി കുറ്റം ചുമത്തുന്ന ആരാ ഉള്ളത്? ഒരു അപവാദിയുണ്ട്. ആരാ അവന്? പിശാച്. അവനെ എന്ത് ചെയ്തു കർത്താവ്? തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട്. എങ്ങനെയാ ജയിച്ചതെന്ന് അറിയാമോ? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ട് ജയിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസലോ, കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. പ്രൈസലോ. ബാക്കിയോ? മരണമേത് തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മതി മതി മതി. ഹല്ലേലൂയ. കാരണം തന്റെ ക്രൂശുമരണത്തിൽ നമ്മുടെ പാപങ്ങളെ നീക്കി നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ക്രിസ്തു തന്റെ നിർദോഷ രക്തം ചൊരിഞ്ഞുകൊണ്ട് യേശു കർത്താവ് അപവാദിയായ പിശാചിനെ തള്ളിയിട്ട് കളഞ്ഞു. പ്രൈസലോ. എന്തിനാ? നമ്മൾ സാക്ഷി ജീവിതത്തിൽ ഉടമയായി ജീവിക്കണം ക്രിസ്തുവിൽ. ആമേൻ. എങ്ങനെയെങ്കിലും ജീവിച്ചു പോരെന്ന കർത്താവ് പറഞ്ഞത്. യേശു ക്രിസ്തുവിനെ അറിഞ്ഞ്, യേശു ക്രിസ്തുവിനെ അനുഭവിച്ച്, യേശു ക്രിസ്തുവിന്റെ വചനത്തെ അനുസരിക്കാൻ തുടങ്ങിയ ഹല്ലേലൂയ. നമ്മൾ കുറെ പ്രാർത്ഥിച്ചിട്ട് കർത്താവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ കാര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പ്രൈസലോ. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അനുസരിക്കുന്നവനായി മാറണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. അനുസരണമുള്ള ഒരു ജീവിതം ക്രിസ്തു പറയുന്നതൊന്നും കേൾക്കണം, കർത്താവ് പറയുന്നതൊന്നും തിരിച്ചറിയണം. കാരണം ഈ അനുസരിക്കാത്ത മനുഷ്യന് വന്ന അബദ്ധം നമുക്കറിയാം. ആദ്യ മാതാപിതാക്കളായ ആദത്തേനും ഹവ്വായിക്കും വന്ന ഒരു അബദ്ധം നമുക്കറിയാം. എന്താണ്? അവർ കർത്താവ് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് അവര് ഭക്ഷിക്കാൻ തുടങ്ങി. അരുതെന്ന് പറഞ്ഞതിനെ മാത്രം അവർ സ്വീകരിക്കാൻ തുടങ്ങി. പ്രൈസലോ. ദൈവം ഒരുക്കി വെച്ചത് അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. പ്രൈസലോ. ദൈവം അവർക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചത് അവർക്ക് നഷ്ടപ്പെട്ടവരെ അതിൽ നിന്ന് പുറത്താക്കി വളരെ കഷ്ടത്തിൽ ജീവിക്കാൻ ഇടയായി. പ്രൈസലോ. ഇതുപോലെ നമുക്കും ദൈവം ഒരുക്കി തന്നിരിക്കുന്നത് നഷ്ടപ്പെടുത്തി കളയരുത് എന്നൊരു കാര്യമാണ് നമ്മളോട് ദൈവം ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ കർത്താവ് പറയും, ഇത് ചെയ്യരുത്, ഇത് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെയ്യരുതെന്ന് പറയുന്നതിലേക്ക് നമ്മൾ നോക്കരുത്, ചെയ്യരുതെന്ന് പറയുന്നതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ. എന്നാൽ ചെയ്യരുതെന്ന് പറയുന്നത് മാത്രം ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. ആരാ? ആരാ? പിശാച്. ഭയങ്കര ശരിയാ. നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാലും അത് മാത്രമേ ചെയ്യിക്കാവുള്ളൂ. നമ്മൾ എന്ത് പറയരുതെന്ന് പറഞ്ഞാലും അത് മാത്രമേ പറയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പോകരുതെന്ന് പറയുന്നവർക്കോ, പിള്ളേരോട് നമ്മൾ പറയുകയാണ് ഇന്ന സ്ഥലത്തേക്ക് പോകരുതെന്ന് പറഞ്ഞാലോ പിള്ളേർ അങ്ങോട്ട് തന്നെയോ പോകുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാരണം ഉള്ളിന്റെ ഉള്ളിൽ നീ അങ്ങ് പോ, നീ അങ്ങ് പോ, നീ അത് ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ. കാരണം കർത്താവിന്റെ സ്വരത്തേക്കാൾ കൂടുതൽ അവന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കാൻ ഇടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവന്റെ ഭാവമാണ് കൂടുതൽ നമുക്ക് പരിചിതമായിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ യേശുവിനെ, ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യർ അവന്റെ കൂടെ ജീവിക്കുന്നത് കാണാൻ കഴിയും. അബ്രഹാമിനെ നമുക്ക് നോക്കിയാൽ അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ അനുസരണ ദൈവം അവന് ആറ്റുനോറ്റ് കൊടുത്ത കുഞ്ഞിനെ 25 വർഷക്കാലം പ്രാർത്ഥിച്ച് പ്രാപിച്ച് കർത്താവിൽ നിന്ന് കിട്ടിയ മകനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കാണിക്കാത്തവൻ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ.
കർത്താവിന്റെ വാക്ക് അല്ലെങ്കിൽ വചനം അനുസരിക്കുവാൻ, കർത്താവിനോട് കൂടെ ജീവിക്കാൻ തയ്യാറായവർ ദൈവ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ അനുസരിക്കാൻ കഴിയുന്നവരുണ്ട്. മറുത്തൊരു വാക്കുപോലും പറയാതെ കർത്താവിന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നവരുണ്ട്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ ജീവിക്കാൻ ഇടവന്നു. അബ്രഹാം ദൈവത്തിന്റെ കൂടെ ജീവിക്കാൻ ഇടവന്നു. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം ശിംശോനെ കുറിച്ച് നമുക്കറിയാം. ശിംശോനെ കുറിച്ച് പറഞ്ഞാൽ ന്യായാധിപന്റെ പുസ്തകം 13-ാം അധ്യായം മുതൽ ശിംശോനെ കുറിച്ച് 16-ാം അധ്യായം വരെ ശിംശോനെ കുറിച്ച് പറയുന്നുണ്ട്. ശിംശോൻ ഒരു ന്യായാധിപനായിരുന്നു. അവൻ ജനിക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ട് അവനെ ദൈവം ലോകത്തിലേക്ക് അയക്കുവാൻ ഇടവന്നത്. ഒരു അത്ഭുതമായിട്ട്. കാരണം ഫെലിസ്ത്യന്റെ പിടിയിൽ നിന്ന് വിടുവിക്കാനുള്ള ഒരു കുഞ്ഞായിട്ടാ അവനെ ദൈവം ഒരുക്കിയത്. എന്നാൽ ഈ ശിംശോന്റെ ഒരു കാര്യം പറഞ്ഞാൽ, ശിംശോൻ അനേകരെ കൊന്നുവെങ്കിലും അവനൊന്നും നേടിയില്ല. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവന് അത്ഭുതമായി ദൈവം ഫിലിസ്ത്യനെ തോൽപ്പിക്കാൻ വേണ്ടി അവനെ ദൈവം അയച്ചെങ്കിലും അവൻ ഒരിക്കലും അവനൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്തെല്ലാം നമുക്ക് നടത്താൻ കഴിഞ്ഞെങ്കിലും നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പരാജിതനാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നേടാൻ കഴിയുന്ന വിധത്തിൽ ദൈവത്തെ അതുപോലെ അനുസരിക്കാൻ ശിംശോന് കഴിഞ്ഞില്ല. ശിംശോന് കുറുക്കന്റെ വാലില് ഇത് കച്ചി കെട്ടി തീ കൊടുത്ത് വിട്ടെങ്കിലും അനേക പേരെ കൊന്നുകളയാൻ ഇടവന്നെങ്കിലും ശിംശോന് അവന്റെ ജീവിതം കൃത്യതയോട് കൊണ്ടുപോകാൻ അവന് കഴിഞ്ഞില്ല. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം നസീർ വ്രതമൊക്കെ അവൻ എടുത്ത് എല്ലാം ചെയ്തെങ്കിലും അവസാനം ഇതിൽ നിന്നെല്ലാം അവൻ പരാജയപ്പെട്ടു. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവൻ പരാജയപ്പെട്ടു പോകാൻ ഇടവന്നു. നമ്മൾ പരാജയപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. ഒന്ന് പറഞ്ഞേ, നമ്മൾ എങ്ങനെ വിളിക്കപ്പെട്ടവരാണ്? പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പരാജയപ്പെട്ടവന് ശിംശോൻ പരാജയപ്പെട്ടു പോയി. എന്നാൽ എത്ര ശക്തിയുണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും, എത്ര കാര്യമായി പ്രാപ്തിയുണ്ടെങ്കിലും അനുസരിച്ച ദൈവപ്രവൃത്തിയെ പിന്തുടർന്നു പോകാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവഭാവത്തോടുകൂടെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര വലിയ മനുഷ്യനും അവൻ പരാജയം അനുഭവിച്ചേ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി പരാജയപ്പെടാത്തവനായിട്ടാണ് വന്നത്. ഒന്ന് പറയാമോ? യേശു വന്നത് എങ്ങനെ വന്നത്? പരാജയപ്പെടാത്ത ദൈവമായിട്ടാണ് നമ്മുടെ അടുക്കൽ വന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങളും പരാജയപ്പെടരുത്. നിങ്ങൾ പരാജയപ്പെടാതിരിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജയമെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യരുത്? പരാജയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരാജയപ്പെട്ടവരുണ്ട് ബൈബിളില്. ശൗലിന് ദൈവം രാജാവായിട്ട് അഭിഷേകം കൊടുത്തെങ്കിലും രാജാവായി അഭിഷേകം ചെയ്ത ശൗല് അവസാനം പരാജയപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചിലത് നമുക്ക് തന്നാൽ അതിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് പരാജിതനായി മാറാൻ ഇടവരും. ദൈവം തന്നതിനെ സൂക്ഷിക്കുവാനും ദൈവം തന്നതിനെ നമ്മൾ കർത്താവിനോട് കൂടെ, നീ തന്നത് കർത്താവേ, അത് എനിക്ക് 2 തന്നെങ്കിൽ അത് 4 ആക്കണം. അത് 4 തന്നെങ്കിലും അത് 10 ആക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പുറകോട്ട് പോകാനല്ല. കിട്ടുന്നതിനെ അത് ദൈവവചന പ്രകാരം വളർത്താനും അതിനുവേണ്ടി ജീവിക്കാനും ഞാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ. 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 പോയോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം തന്നതിനെ ദൈവവക്തർ തന്നു. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ദൈവവചനത്തിലേക്കുള്ള വിളി വലുതാ പ്രിയമുള്ളവരെ, ചെറുതല്ല. അനേകർ ഈ ലോകത്തിന്റെ ആചാര അനുഷ്ഠാന കർമ്മക്രിയകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന തന്റെ വചനത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. തന്റെ വിളിയാൽ അല്ലെങ്കിൽ ആ വചനത്തിന്റെ വിളി നമുക്ക് കിട്ടിയത് കൊണ്ട്, ആ വേർതിരിവ് നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് ക്രിസ്തുവിനെയാണ്
പ്രൈസ് ദി ലോർഡ്. അവന്റെ ഭാവത്തിലാണ് നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അവന്റെ മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ ദൈവം ഇടയാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞേ കർത്താവിനെ. നന്ദിയോടൊന്ന് പ്രാർത്ഥിച്ചേ, നന്ദിയോടൊന്ന് പ്രാർത്ഥിച്ചേ, നന്ദിയോടൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കണ്ടോ, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം നോക്കിക്കേ. റോമാലേഖനം 5:19 നോക്കിക്കേ. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ കണ്ടോ, ഏകന്റെ അനുസരണത്താൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ ആരാ നമ്മൾ നീതിമാന്മാരായി തീരാൻ ദൈവം ഇടയാക്കി. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിന്റെ അനുസരണമാണ് നമ്മളെ നീതിമാനാക്കി തീർത്തത്. യേശു പിതാവ് പറഞ്ഞതെല്ലാം അങ്ങ് അനുസരിച്ചെങ്കിൽ യേശു പറഞ്ഞതെല്ലാം അങ്ങ് അനുസരിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാൻ. ഹല്ലേലൂയ. യേശു പറഞ്ഞതുപോലെ നമ്മൾ അന്ന് ജീവിച്ചാൽ മാത്രം മതി. കർത്താവ് തന്റെ വചനം നമുക്ക് തന്നത്. ആ വചനപ്രകാരം നമ്മൾ അന്ന് ജീവിച്ചാൽ മാത്രം മതി എന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. ഇതിൽ നിന്ന് ഒരു അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറണ്ട. നീ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥനയിൽ ഈ വചനം പ്രാപിച്ചും ദൈവത്തെ പ്രാപിച്ചും അവന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കാൻ കഴിയുമെങ്കിൽ കർത്താവ് നമ്മെ നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഫിലിപ്പി ലേഖനം 2:8 ഇങ്ങനെ പറയുന്നു, തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, തന്നെ തന്നെ അവൻ എന്ത് ചെയ്തു? താഴ്ത്തി. എങ്ങോട്ട്? എവിടെ വരെ? ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ അവൻ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ ആരൊക്കെ? സ്വർലോകർ, ഭൂലോകർ, അധോലോകർ, മുഴുകാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും എന്ത് ചെയ്യും? യേശുവിനെ ക്രിസ്തുവെന്നും കർത്താവെന്നും പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എന്ത് ചെയ്യും? ഏറ്റുപറയും. എല്ലാ നാവും ഏറ്റുപറയും. യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണെന്ന്. ഹല്ലേലൂയ. ഏറ്റുപറയപ്പെടാൻ നമുക്ക് വേണ്ടി നൽകപ്പെട്ട ഒറ്റ നാമം, ഏറ്റുപറയാനുള്ള ഒറ്റ നാമം, യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുന്തോറും നമ്മൾ അനുഗ്രഹീതരാകാൻ തുടങ്ങും. ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നതോറും പാപം നമ്മളിൽ നിന്ന് മാറിപ്പോകാൻ തുടങ്ങും. ഇത് കർത്താവുമായിട്ടുള്ള ജീവിതം നമ്മളെ ഉറപ്പിച്ച് കൊണ്ടുപോകാനാണ് കർത്താവ് ഇടയാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ഉറപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു അഭിഷേകത്തിലാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്ന. ആ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ. കർത്താവിനോട് പറ, എന്നെ നീ ഉറപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഈ നാമം അത്രയും മേലായ നാമമാണ് കർത്താവേ. ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലെല്ലാം മടങ്ങിയെങ്കിൽ കർത്താവേ, അടിയങ്ങളുടെ മുഴങ്കാല് നിന്റെ മുമ്പിൽ മടങ്ങി നിന്നെ കർത്താവാണെന്ന് പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റുപറയത്തക്ക വിധം ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ, ഞങ്ങളെ നീ നിറയ്ക്കണമേ, അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ, അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണമേ, അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞേ അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഈ അഭിഷേകം നമ്മുടെ മേലേക്ക് വ്യാപരിക്കണം. ഈ കൃപ നമ്മുടെ മേലേക്ക് വ്യാപരിക്കണം. നമ്മുടെ മേൽ കർത്താവിന്റെ സാന്നിധ്യം ശക്തിയോടെ അനുഭവിക്കണം നമുക്ക്. ഹല്ലേലൂയ. ഇത് അനുഭവിക്കുന്നവരും നമുക്ക് അവനോട് കൂടെ ജീവിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് തിരുവചനം നോക്കാം. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനം നോക്കിക്കേ. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായത്തിൽ 28 വായിച്ചേ. 20-28 നോക്കിക്കേ. താൻ സ്വന്തം രക്തത്താൽ കണ്ടോ, കർത്താവ് പറയാണ് താൻ സ്വന്തം രക്തത്താലാണ്. ആരെ നമ്മളെ ദൈവം ഒരുക്കി നിർത്തുക. പ്രൈസ് ദി ലോർഡ്.
താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്താക്കി? അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നു. എന്തിനാ? ആരെ സൂക്ഷിക്കാന്? ആട്ടുകൂട്ടം മുഴുവനെ സൂക്ഷിപ്പാൻ. ബാക്കി കണ്ടോ? കർത്താവ് പറയാണ്, ഞാൻ പോയ ശേഷം എന്താ? ആരാ വരുന്നത്? ആട്ടിൻകൂട്ടത്തെ ആചരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ കണ്ടോ? പ്രൈസലോ. കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ എന്റെ സ്വന്തം രക്തത്താലാണ് നിങ്ങളെ ദൈവസഭയെ മേയ്പാൻ വേണ്ടി നിങ്ങളെ അധ്യക്ഷരാക്കി വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്. പ്രൈസലോ. സ്വന്തം രക്തത്താല്. അതുപോലെ തന്നെ നമുക്കൊരു വചനം കൂടെ നോക്കാം. പത്രോസിന്റെ ലേഖനം 1 ലേഖനത്തിന്റെ 2 അധ്യായത്തിന്റെ 8 മുതലുള്ള വചനഭാഗം നോക്കിക്കേ. 8 മുതൽ നോക്കിക്കേ. പത്രോസിന്റെ ലേഖനം 1 പത്രോസിന്റെ 2 പത്രോസിന്റെ ലേഖനമാണ്. പത്രോസിന്റെ ലേഖനം 2 അധ്യായത്തിന്റെ അവർ വചനമനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് എങ്ങോട്ടാ വിളിച്ചത്? അത്ഭുത പ്രകാശത്തിലേക്ക്. യേശു പറയാണ്, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 1 പത്രോസിന്റെ 2:9 പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങള് ഘോഷിപ്പാൻ തക്കവണ്ണം ആരൊക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത ഗണം, വിശുദ്ധ വംശം, സ്വന്തം ജനം. 4 കൂട്ടരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പ്രൈസലോ. ആരാണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു. ആരെയൊക്കെ വിളിച്ചു? കർത്താവ് വിളിച്ചു, തെരഞ്ഞെടുത്തു. രാജകീയ പുരോഹിത ഗണം, വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. പ്രൈസലോ. മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു? പ്രൈസലോ. ഹല്ലേലൂയ. മനസ്സിലായി കാണും. പ്രൈസലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുമ്പ് നിങ്ങൾ ആരായിരുന്നു? ജനമല്ലാത്തവർ. ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കണ്ടോ? മുമ്പ് ജനമല്ല. ജനമാണെങ്കിൽ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ ജനം ഇസ്രായേൽക്കാരായിരുന്നു, മക്കളായിരുന്നു. പ്രൈസലോ. ദൈവത്തിന്റെ മക്കളുടെ കൂടെ ജനമായിരിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? അവരെ ദൈവം നോക്കും. ഞാൻ ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവം എന്നെ നോക്കും, എന്നെ പരിപാലിച്ചോളും. പ്രൈസലോ. ഇസ്രായേൽ മക്കളെ പരിപാലിക്കാൻ വേണ്ടി ദൈവം കടന്നു ചെന്നെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ജനമായ സ്വന്തം മക്കളായ നമ്മളെ പരിപാലിക്കാൻ ആര് വരും? യേശു വരും. പ്രൈസലോ. ഹല്ലേലൂയ. കാരണം നിങ്ങൾ ജനമല്ലാത്തവരാണെങ്കിൽ ഇന്ന് ആരായിരിക്കുന്നു എന്ന് പറഞ്ഞത്? ഇന്ന് ദൈവത്തിന്റെ ജനമാണ്. ബാക്കിയോ? അന്ന് നിങ്ങൾ കരുണ ലഭിക്കാത്തവരെ. ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രൈസലോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. 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 ചൂടോടുകൂടെ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ? കരുണ ലഭിച്ചവരാ, കരുണയുള്ളവരാ. ബൈബിൾ എന്താ കരുണയുള്ളവരെ കുറിച്ച് എന്നാ പറയുന്നത്? കരുണയുള്ളവര് ഭാഗ്യമില്ലാത്തവരാ? ഭാഗ്യവാന്മാരാണ് കരുണയുള്ളവര്. പ്രൈസലോ. നമ്മൾ കരുണ ലഭിച്ചവരാ കർത്താവിന്റെ. അതിന്റെ അർത്ഥം എന്താണ്? ഭാഗ്യമുള്ളവരാണ്.
ആരാണ്? ഭാഗ്യമുള്ളവരാണ് നമ്മൾ കർത്താവിന്റെ സന്നിധി. ആമേൻ. മറ്റുള്ളവരെ ഭാഗ്യമില്ലാത്തവരെ പോലെയാണ് നമ്മള്. നമുക്ക് ഭാഗ്യമുണ്ട്. എന്താ? നമ്മെ ദൈവം നോക്കുവോ? നമ്മളെ ദൈവം നോക്കിക്കോളും. ദൈവം നമ്മളെ നടത്തിക്കോളും. ദൈവം നമുക്ക് വേണ്ടി ചെയ്തോളും. ദൈവം നമ്മളെ പ്രവർത്തിച്ചോളും. ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് പ്രശ്നം വന്നാലും നമ്മൾ കർത്താവിന്റെ കൂടെ നിന്നേച്ചാൽ മതി. നമ്മൾ പ്രശ്നത്തിന്റെ കൂടെ പോകണ്ട. നമ്മുടെ കാരണം ആരാണ്? നമ്മൾ ദൈവത്തിന്റെ മക്കൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളുടെ പ്രത്യേകത എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കണം. വേണ്ട. ഇതെല്ലാം ആർക്ക് തരും? മക്കൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതെല്ലാം ഇന്നത് വേണം, ഇന്നത് ചെയ്യണം എന്നൊന്നും നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ ദൈവം ഇടപെട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കും. അല്ലേ? തരാത്തൊരു ദൈവത്തെയാണോ നമ്മൾ വിളിക്കുന്നത്? ആമേൻ. തരുന്നൊരു കർത്താവിനെയാണ് നമ്മൾ വിളിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഫോൺ വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ ഇന്ന കാര്യം ഇടപെടിയാലേ കർത്താവ്. ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ടി ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാ? അല്ലേ? നമുക്ക് വേണ്ടി ഇടപെട്ടില്ലെങ്കിൽ വേറെ ആർക്ക് വേണ്ടിയാ ദൈവം ഇടപെട്ട്? തന്റെ മക്കൾക്ക് തന്നില്ലെങ്കിൽ തരാതെ വേറെ ആർക്കെങ്കിലും കൊടുക്കോ? രാവും പകലും തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അല്ലെങ്കിൽ തന്റെ മുമ്പിൽ കരയുന്നവർക്ക് നീതി നടത്തി കൊടുക്കാവുന്ന ദൈവമാണോ? പ്രൈസ് ദി ലോർഡ്. കരയുന്നവർക്ക്, തന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവർക്ക് എന്ത് കൊടുക്കും കർത്താവ്? നീതി നടത്തി കൊടുക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഉത്തരം തന്നില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഉത്തരം കൊടുക്കുമോ കർത്താവ്? പ്രൈസ് ദി ലോർഡ്. ഉത്തരം കിട്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് ഉത്തരം കിട്ടുന്ന കാര്യമാണെങ്കിൽ അതിന്റെ അർത്ഥം ഞാനും ദൈവമായിട്ടുള്ള ദൈവപ്രവൃത്തിയിൽ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ചാൽ അവൻ എനിക്ക് വേണ്ടി ഇടപെടാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. എന്റെ കാര്യത്തിന് അവൻ എപ്പോഴും വ്യാപൃതനായി കടന്നു വരും. ഞാൻ അവന്റെ കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6:33 പറഞ്ഞത്, അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഒന്നുപോലും കൂട്ടിച്ചേർത്ത് തരാതിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാം കൂട്ടിച്ചേർത്ത് തരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാ, അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ എല്ലാം കൂട്ടിച്ചേർത്ത് തരുന്നത്. എല്ലാം കൂട്ടിച്ചേർത്ത് തരും. ഒന്നിനും ഒരു കർത്താവിന്റെ കൂടെ ജീവിച്ച എത്ര ഭാഗ്യമുള്ള അന്തരീക്ഷമാണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് എത്ര ഭാഗ്യകരമായ ജീവിതമാണെന്ന് അറിയാമോ? നമ്മളോട് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി പറഞ്ഞു തരും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഇരിക്കരുത്. ഞാൻ ആരാധനയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കരുത്. ആരാധനയ്ക്കും പ്രാർത്ഥിക്കുന്നുണ്ടതിനേക്കാൾ നമ്മൾ കർത്താവുമായിട്ട് നല്ല ഒരു ബന്ധം നമ്മുടെ അകത്തുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു നല്ല ബന്ധം ഉണ്ടാകണം. ഒരു ആരാധനയ്ക്കോ ഒരു പ്രാർത്ഥനയ്ക്കോ പോയതുകൊണ്ട് ഒരിക്കലും ദൈവസ്വരം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അന്നേരം ഇരിക്കുന്നിടത്തുനിന്ന് നമ്മൾ കേൾക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവദാസന്മാരിലൂടെ പറയുന്ന ദൈവവചനം നമ്മുടെ അകത്ത് കയറി അവിടെ നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യും. ഇത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്, അത് എന്റെ കുറവുകളാണ് ചൂണ്ടിക്കാണിച്ചത്, ഞാനാണ് അതിൽ നിന്ന് മാറേണ്ടതെന്ന് നമ്മളോട് പറയും. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ നമ്മൾ കർത്താവുമായിട്ട് ഒരു പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട് ആത്മമണ്ഡലത്തിൽ ത്രിത്വത്തിന്റെ തലത്തിൽ ആത്മാവുമായിട്ട് കർത്താവുമായിട്ട് നല്ല ഒരു കൂട്ടായ്മ ബന്ധം നമുക്ക് ഉറപ്പിച്ചു പോകാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ഈ ആത്മീയ ജീവിതം താഴെ പോകാതെ നിലനിൽക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മീയ ജീവിതത്തിൽ ഇളക്കം തട്ടാതിരിക്കണമെങ്കിൽ നീ പ്രാർത്ഥനാ മനുഷ്യനായി ആത്മാവിൽ വളരണം.
പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആത്മാവിൽ ദൈവത്തെ അനുസരിക്കുവാനും അവന്റെ അനുസരണവും പ്രാർത്ഥനയും ഒരുപോലെ കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കും. ഫിലിപ്പോസ് എങ്ങനെയായിരുന്നു? ഫിലിപ്പോസ് ഭയങ്കര ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഫിലിപ്പോസ് പ്രാർത്ഥനാ മനുഷ്യനായതുകൊണ്ട് ഫിലിപ്പോസിനോട് ദൈവം സംസാരിച്ചത് ആത്മാവിലൂടെ പറഞ്ഞ കാര്യങ്ങൾ, ഗസയിലേക്ക് പോകാൻ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ അവൻ അനുസരിച്ചിറങ്ങി. ഷെണ്ടന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഷെണ്ടന്റെ അടുക്കൽ എവിടെ ചെല്ലണമെന്ന് അറിയത്തില്ല. ഗസയിൽ ചെന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ നിന്നപ്പോ ഷെണ്ടൻ ആരാധന കഴിഞ്ഞ് മടങ്ങി രഥത്തിൽ വരുന്നത് കണ്ട് അവന്റെ കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് പ്രവാചക പുസ്തകം വായിക്കുന്നത്. അവൻ അത് കേട്ടപ്പോൾ പെട്ടെന്ന് ദൈവം അവനോട് പറഞ്ഞു, ഇവൻ ഇതിനെ കുറിച്ച് ഒരു പൊരുളും അറിയില്ല, നീ ഇത് അവന്റെ കൂടെ കയറാൻ പറഞ്ഞു. ദൈവം സംസാരിക്കുന്നത് അതുപോലെ അനുസരിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ദൈവം നമ്മളെ കൊണ്ടുപോകും കുത്തിരി പിടിച്ച്. എങ്ങനെ? ആത്മാവിൽ നമ്മളെ കൊണ്ടുപോകും. ആത്മാവിൽ നമ്മളെ കൊണ്ടുപോകും. ഇല്ലേ? ആത്മാവിൽ നമ്മളെ കൊണ്ടുപോകും. അനുസരിക്കാത്തവർക്ക് ഇതൊന്നും മനസ്സിലാകിയല്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു, പാസ്റ്റർ വീടിന് ഫുള്ള് ഓട്ടുമ്പുണ്ട്. ഓട്ടുമ്പെന്നല്ലേ പറയുന്നത്? ഓലപ്രാണിക്ക് വീടിന്റെ ഫുള്ള് ഓലപ്രാണി കൊണ്ട് നിറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓട്ടുമ്പോ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഓട്ടുമ്പയുടെ ശല്യം മുഴുവനും എങ്ങോട്ടോ പറന്നുപോയി. എങ്ങോട്ടോ പറന്നുപോയി. കാരണം നമ്മൾ പ്രാർത്ഥിച്ചാൽ ആരും മിണ്ടാത്തന്നെ മറുപടി ഉണ്ട്. പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്, ഉത്തരവുണ്ടെന്നേ. പ്രാർത്ഥിച്ചപ്പോ ദൈവം അതിന്റെ ശല്യം മുഴുവൻ ഭവനത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവം പ്രവർത്തിക്കാനും കേൾക്കാനും തയ്യാറാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവം കർത്താവിന്റെ കൂടെ ആയിരിക്കണം. നമുക്ക് ആരുടെ കൂടെ ആയിരിക്കണം? കർത്താവിന്റെ കൂടെ ആയിരിക്കണം. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ കൂടെ ആയിരിക്കണം. ഇന്ന് ഈ ദിവസം നമുക്കായി ദൈവം ഒരുക്കി തന്ന ദിവസമാണ്. ഇന്ന് കർത്താവിന്റെ കൂടെ ഇരിക്കേണ്ട ഒരു ദിവസമാണ് നമുക്ക്. ഈ ദുഃഖ വെള്ളിയാഴ്ചയായി ലോകം മുഴുവൻ ദുഃഖിച്ചറിഞ്ഞിരിക്കുമ്പോൾ നമ്മളെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കും. നമ്മൾ എങ്ങനെ ഇരിക്കും? ആരാധിച്ച് അവന്റെ സന്നിധിയിൽ ഇരിക്കും. കാരണം എനിക്ക് വേണ്ടി ഒരിക്കൽ ക്രൂശിൽ മരിച്ച്, എനിക്ക് വേണ്ടി ആ ക്രൂശിലുള്ള ആ ക്രൂശിന്റെ പാപം നമുക്ക് വേണ്ടി ദൈവം തന്നിട്ട് അവന്റെ കാഴ്ചയുടെ പിന്തുടരുവാൻ നമുക്കൊരു മാതൃക വെച്ചു പോയ കർത്താവ് വേറൊന്നും നിങ്ങൾ നോക്കണ്ട. എന്റെ കാഴ്ചവിട് എനിക്ക് വേണ്ടി എന്റെ വചനം അനുസരിച്ച് എന്റെ കൂടെ ജീവിക്കാൻ പറഞ്ഞ കർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ള വിളിയാണ് നമുക്ക് തന്നത്. ഹല്ലേലൂയ. ഹൃദയത്തെ നമുക്കൊന്നൊരുക്കാം കർത്താവിന്റെ സന്നിധിയിൽ. കർത്താവേ, നീ എന്റെ മേൽ ഇടപെട്ട് നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ കർത്താവേ അത് വേര് പിടിക്കണം. കർത്താവേ അത് വേര് പിടിക്കണം ഹൃദയത്തിന്റെ അകത്ത്. അത് ഫലം ചൂടാൻ തക്കവണ്ണമാണ് കർത്താവേ. അത് ഫലം ചൂടാൻ തക്കവണ്ണം എന്നെ ബലപ്പെടുത്തണം. ഞാൻ പ്രശ്നങ്ങൾ വന്നാൽ ഇടറിപ്പോകുന്നവനല്ല. ഞാൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാൽ മാറിപ്പോകുന്നവനല്ല. എന്തിനാ? ഞാൻ എന്റെ കർത്താവിനോട് കൂടെ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാ ഞാൻ. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ വചനം എന്റെ ഉള്ളിലാ ക്രിയ ചെയ്ത് എന്നെ ആ കർത്താവ് ബലപ്പെടുത്തി. ഒന്ന് ഹൃദയം തുറന്നു പ്രാർത്ഥിച്ച കർത്താവേ, എന്റെ കർത്താവേ, ഈ വചനം അങ്ങയുടെ പാപം എനിക്ക് എന്റെ കർത്താവ് ഒരു ആയുധമായി തന്നെ എന്റെ കയ്യിലിരിക്കണം. കാരണം ഈ ലോക പാപ ദുഷ്ടൻ വന്നാൽ ഒരിക്കലും എന്നെ തുടരുത്. കാരണം എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ആയുധത്തെ കുറിച്ച് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. കാരണം അവന്റെ ആയുധം കാരണം ദുഷ്ടനെതിരെ പടവെട്ടുന്ന, തിന്മയ്ക്കെതിരെ പടവെട്ടുന്ന, അന്ധകാരത്തിനെതിരെ പടവെട്ടുന്ന ആത്മീയ യുദ്ധത്തിന് വേണ്ടി പിശാചിനെ പരാജയപ്പെടുത്തിയുള്ള അഭിഷേകത്തിന്റെ കൂട്ടായ്മയിൽ നമ്മൾ കർത്താവിനോട് കൂടെ ജീവിക്കേണ്ടതിനാ. ഹല്ലേലൂയ. അക്കരകൾ ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. അല്പസമയം സ്തുതിക്കാൻ നമുക്ക്. ഹല്ലേലൂയ. നിറഞ്ഞ മനസ്സോട് സ്തുതിക്കാം അല്പസമയം. കാരണം നമ്മൾ
വചനം അങ്ങ് നമ്മുടെ ഹൃദയത്തിൽ കേട്ടുകൊണ്ടിരുന്ന പോരാ, ഇത് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യണം. ഇതിൽ ബലം വരണം, ശക്തി വരണം. ഇരുതരം ആളുപോലെ ഉള്ളിലേക്ക് അങ്ങ് കടന്ന് ക്രിയ ചെയ്യണം. അതിനെ എവിടെ കടന്ന് കത്തി കുത്തുന്ന പോലെ ഉള്ളിൽ ചെന്ന് അങ്ങ് കീറണമേ. അതിന്റെ എന്റെ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു മേഖല ഉണ്ടെങ്കിൽ അതെന്റെ കഥയോട് വേണം. അതവിടെ ചെന്നങ്ങ് ക്രിയ ചെയ്യുക കർത്താവേ. ആ ബന്ധനം അവിടെ അങ്ങ് പൊട്ടിപ്പോകണം കർത്താവേ. എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല. എന്റെ യേശുവേ, എന്നെ ഇപ്പൊ അങ്ങ് വിടുവിക്കണമേ. ഒന്ന് പറ, ആഗ്രഹത്തോടെ പറ, എന്നെ വിടുവിക്കണമേ. എനിക്ക് അങ്ങോട്ട് കൂടെയുള്ള ജീവിതം മതി, എനിക്ക് മറ്റൊന്നും വേണ്ട. അങ്ങയുടെ കൂടെയുള്ള ജീവിതം മതി, എനിക്ക് മറ്റൊന്നും വേണ്ട. അങ്ങയുടെ കൂടെയുള്ള ജീവിതം മതി, എനിക്ക് മറ്റൊന്നും വേണ്ട. എനിക്ക് എന്റെ യേശു മതി. പറ, യേശു മതി. എന്റെ യേശു എനിക്ക് മതി എന്ന് പറ. ഹൃദയം കൊണ്ട് പറ, എന്റെ യേശു എനിക്ക് മതി. എന്റെ യേശുവിന്റെ ഭാവം എനിക്ക് മതി. അവന്റെ വഴി എനിക്ക് മതി. അവന്റെ സ്വരം കേട്ടാൽ മതി. അവന്റെ ജീവിതം എനിക്ക് മതി. മറ്റെല്ലാം നമുക്ക് നമ്മളിൽ നിന്ന് അങ്ങോട്ട് വിട്ടു പോകുമ്പോ ഇവിടെ ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ നിറയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് ദൈവ സാന്നിധ്യം നിറയാൻ തുടങ്ങും. പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. തുറന്നങ്ങ് പ്രാർത്ഥിച്ചോ, തുറന്നങ്ങ് പ്രാർത്ഥിച്ചോ, തുറന്നങ്ങ് പ്രാർത്ഥിച്ചോ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം, വേറെ ആരെ നോക്കണ്ട. ആഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ സന്നിധി നമ്മളെല്ലാവരും ഒരുപോലെയാ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോഴല്ലോ അവന്റെ ആ സ്നേഹം അനുഭവിക്കാൻ കഴിയും. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങും. നമ്മുടെ കാതുകളിൽ അവന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. അവൻ എന്നെ വന്ന് തൊടാൻ തുടങ്ങും. അവന്റെ സ്പർശനം എനിക്ക് അനുഭവിക്കാൻ തുടങ്ങും. അവന്റെ കരസ്പർശനത്തിൽ ഞാൻ നിറയാൻ തുടങ്ങും. യേശുവേ, അവൻ എന്നെ സംരക്ഷിക്കുന്നു. എനിക്ക് ഭയം വരില്ല. എന്റെ ഭയം മാറിപ്പോകും ജീവിതത്തിൽ നിന്ന്. എന്റെ കെട്ടെല്ലാം പൊട്ടിപ്പോകും എന്റെ ഉള്ളിൽ നിന്ന്. എനിക്ക് വലിയ സമാധാനം അനുഭവിക്കാൻ കഴിയും. അന്നേരം എനിക്ക് ബലമുള്ളവനാണ്, ഞാൻ ശക്തിയുള്ളവനാണ്, എനിക്ക് ഭയമില്ലാതെ കർത്താവേ നിന്റെ കൂടെ ജീവിക്കാനുള്ള ശക്തി. ഓ റിഖാനാബ ഹബലേ വികേ നെബലേ ഹല്ലേലൂയ. നദിയോട് പ്രാർത്ഥിച്ചേ, നദിയോട് പ്രാർത്ഥിച്ചേ. പൊട്ടിപ്പോട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകളങ്ങ് പൊട്ടട്ടെ, കെട്ടുകളങ്ങ് പൊട്ടട്ടെ, ബന്ധനങ്ങളങ്ങ് പൊട്ടിപ്പോട്ടെ, ഭാരങ്ങളങ്ങ് അഴിഞ്ഞു പോകട്ടെ. രോഗത്തിന്റെ ചങ്ങല ഇതിന്റെ അകത്തുനിന്ന് വിട്ടുപോകുന്നുണ്ട്. രോഗത്തിന്റെ ചങ്ങല കർത്താവിന്റെ നാമത്തിൽ നമ്മളങ്ങ് വിട്ടുകൊടുത്തേ. ആ രോഗം എനിക്ക് വേണ്ടെന്ന് പറ. ആ രോഗം എനിക്ക് വേണ്ട. ഇതിന്റെ അകത്തിരിക്കുമ്പോ ചില ഉറക്കം വരുന്ന ആ ബന്ധനങ്ങളുണ്ട്, അതെനിക്ക് വേണ്ടെന്ന് പറ. എനിക്ക് എന്റെ യേശുവിന്റെ കൂടെ ഇരിക്കണമെന്ന് പറ. യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകി, അവിടുത്തെ അഗ്നിയാൽ എന്നെ കത്തിച്ച്, അവിടുത്തെ കൃപയാൽ എന്നെ പൊതിഞ്ഞ് അങ്ങയുടെ